കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്ന ദിവസത്തിൻ്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ 123 സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. റോമാ ലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. തുടർമാനമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് പഠിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുൻപായിട്ട് ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദ ഗേറ്റ് മിനിസ്ട്രിയും കൊളംബസ് ബൈബിൾ ചർച്ചും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ഡിസ്പെൻസേഷണൽ സ്റ്റഡീസ്. ഇതിൻ്റെ 2025-26 ബാച്ച് ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഓപ്പണിംഗ് സെറിമണിയാണ്. ഈ നമ്മുടെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ അത് ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ ഇന്ന് നിർത്തുന്നതായിരിക്കും. 7:30 നമ്മുടെ ബൈബിൾ ക്ലാസ് കഴിയും. ഒരു 5-10 മിനിറ്റ് ഞാൻ നിങ്ങളോടൊപ്പം കാണും. അതിനുശേഷം അടുത്ത പ്രോഗ്രാം ആരംഭിക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് മാറേണ്ടതായിട്ട് ഉണ്ട്. ഇന്ന് ഈ 1 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈ വർഷം നമുക്ക് ഏകദേശം ഒരു 55 സ്റ്റുഡൻസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അടുത്ത ഒരു വർഷം ആ ക്ലാസ്സുകൾ നടക്കുവാൻ പ്രത്യേകം കർത്താവിൻ്റെ കൃപ ഉണ്ടായിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനിയും കൂടെ നിങ്ങൾ ആരെങ്കിലും അതിൽ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കാം. അതിൻ്റെ അവസരം ചില ദിവസങ്ങൾ കൂടി ഓപ്പൺ ആണ്. അങ്ങനെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചേരുവാനുള്ള സമയമുണ്ടെന്ന് അറിയിക്കട്ടെ. അതിനുശേഷം ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കോപ്പപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആരെങ്കിലും അതിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. രണ്ടാമത് നമുക്കറിയാം, റൈറ്റ് ഡിവിഷൻ സെമിനാർ മാരാമണ്ണ് മർത്തോമ റിട്രീറ്റ് സെന്ററിൽ വെച്ച് മെയ് 20-21 തീയതികളിൽ നടക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷന് വളരെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ വിശേഷാൽ അത് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അധികം മുഖവുരകളില്ലാതെ നേരെ ഞാൻ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് വരികയാണ്. റോമ ലേഖനത്തിൻ്റെ തുടർമാനമായ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് 11-ാമത്തെ വാക്യം മുതൽ 17 വാക്യം വരെയെങ്കിലും ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ഡീപ്പായിട്ടുള്ള വിഷയങ്ങളും ആഴമായിട്ട് അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉറയ്ക്കേണ്ടുന്ന സബ്ജക്റ്റുമായതിനാൽ ഞാനൊരല്പം കെയർഫുള്ളായിട്ടും ഒരല്പം കൂടുതൽ സമയമെടുത്ത് ആ വിഷയം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. യാതൊരു വിധത്തിലും ഒരു സംശയം ബാക്കി നിൽക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ മുന്നോട്ട് പോകുന്തോറും അധികം ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് കാണുന്നിടത്ത്, ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, അവിടെ അധികം ടേക്ക് അവേ നമുക്കില്ലാത്ത സ്ഥലത്ത് അല്പം ഫാസ്റ്റായിട്ട് അത് പോകുവാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് 10-ാമത്തെ വാക്യം മുതൽ മുന്നോട്ട് തുടർമാനമായിട്ട് ചിന്തിക്കണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, റോമാലേഖനം എഴുതുന്നത്, പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് തൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയുടെ ഭാഗമായി താൻ അക്കായയിലെ കൊരിന്തിലും തുടർന്ന് കെങ്ക്രയായിലും ഒക്കെ ഇരിക്കുമ്പോഴാണ് ഈ റോമാലേഖനം എഴുതുന്നത്. ടു ബി പ്രിസൈസ്, കെങ്ക്രയായിൽ ഇരുന്നാണ് ഇത് എഴുതുന്നത്. അവിടുത്തെ ശുശ്രൂഷക്കാരിയായിരിക്കുന്ന ഫേബയുടെ കൈവശം കൊടുത്താണ് ഇത് റോമിലേക്ക് അയക്കുന്നത് നമുക്കറിയാം. അപ്പോഴേക്കും ഈ വിഷയത്തിലും വെളിപ്പാടുകളിലും പൗലോസ് അപ്പോസ്തലന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിസ്റ്ററി റെവലേഷൻ, അതിൽ ഒരു പൂർണ്ണ നിശ്ചയം, ഒരു കംപ്ലീറ്റ് മെച്യൂരിറ്റി ആ വിഷയത്തിൽ തനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം. 3-ാമത്തെ മിഷണറി യാത്രയുടെ അവസാന ഭാഗങ്ങളിലായിട്ടാണ് ഈ റോമാലേഖനം എഴുതുന്നത്. അങ്ങനെ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന നിലയിൽ ദ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ദ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് ഓഫ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിൽ റോമാലേഖനം എഴുതിയിരിക്കുകയാണ്. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഓൺ വാട്ട് ക്രിസ്ത്യാനിറ്റി ഷുഡ് സ്റ്റാൻഡ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. റോമാലേഖനം 1:18 മുതൽ 3:20 വരെ ശിക്ഷാവിധി എന്ന വിഷയത്തെക്കുറിച്ച്, അതായത് പാപം ചെയ്തിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് വീണുപോയിരിക്കുന്ന മനുഷ്യൻ ശിക്ഷാവിധി എങ്ങനെ അനുഭവിക്കും, 1:18 മുതൽ 3:20 വരെ കണ്ടമിനേഷൻ അല്ലെങ്കിൽ ശിക്ഷാവിധിയെ കുറിച്ച് പറയുന്നു. റോമാലേഖനം 3:21 മുതൽ 5:11 വരെ നീതീകരണം, ആ രക്ഷപ്പെടാൻ കഴിയാതെ പാപിയായി ഇരിക്കുന്ന മനുഷ്യന് എങ്ങനെ നീതീകരണം ലഭിക്കും, എങ്ങനെ ജസ്റ്റിഫിക്കേഷൻ ലഭിക്കും എന്നുള്ള വിഷയമാണ് 3:21 മുതൽ 5:11 വരെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു അല്പം കാര്യമായിട്ട് നിർത്തി ആ വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. കാര്യം ഇതാണ് നമ്മുടെ ബേസിക്.
ഈ എത്രമാത്രം നമ്മുടെ ഫൗണ്ടേഷൻ ഉറപ്പുള്ളതാണോ അത്രമാത്രം നമുക്ക് മേലോട്ട് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നീതീകരണം അല്ലെങ്കിൽ രക്ഷ എന്താണ് എന്ന് ഈ അധ്യായങ്ങളിലാണ് നാം പഠിക്കുന്നത്. 3:21 മുതൽ 5:11 വരെ ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് പറയുന്നു. 5:12 മുതൽ 8:39 വരെ നോക്കിക്കഴിഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം, എങ്ങനെ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലെ ക്ലാസ്സുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുപോലും മിസ് ചെയ്യാതെ അത് ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ പറയുന്നു വരുന്നത് ഇതായിരിക്കണമായിരുന്നു ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ക്രിസ്ത്യാനി ഇതാണ് അടിസ്ഥാനമെന്ന് പറയുന്നുണ്ടെങ്കിലും റൈറ്റ് ഡിവിഷൻ എന്താണെന്ന് അറിയാത്തതിനാൽ, യഹൂദനും ജാതികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാത്തതിനാൽ, സ്വർഗവും ഭൂമിയും ദൈവം എന്തിനു സൃഷ്ടിച്ചു എന്ന് വ്യക്തമായിട്ട് അറിയാത്തതിനാൽ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ആക്ച്വലി എന്താണ്, എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് തിരുവചന പ്രകാരം അറിയാതെ പാരമ്പര്യങ്ങളിലും പഴങ്കഥകളിലും നിൽക്കുന്ന കാരണം റോമാലേഖനമാണ് നമ്മുടെ അടിസ്ഥാനമെന്ന് പറയുന്നുണ്ടെങ്കിലും ഓൾഡ് ടെസ്റ്റ്മെന്റിലും, അതായത് പഴയ നിയമത്തിലും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിലും ഇവിടെ വെച്ച് നടന്ന കാര്യങ്ങളിലുമൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ആയി പോയിരിക്കുന്നു. പറയുന്നുണ്ട് റോമാലേഖനമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നെങ്കിലും ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിലെ 10 കൽപ്പനകളും പ്രമാണങ്ങളും, അതുപോലെ തന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ എഴുതിയിരിക്കുന്ന 4 സുവിശേഷങ്ങൾ, അതിലൂടെ കർത്താവ് ഇവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ, റെഡ് ലെറ്റർ ബൈബിൾ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന പ്രമാണങ്ങളെന്ന് ഇന്ന് ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കുന്നു. അവരുടെ ആർഗ്യുമെന്റ് ന്യായമാണ്, ആർക്കും അത് ന്യായമായിട്ട് തന്നെ തോന്നും. ലോജിക്കലി അതാണ് കറക്റ്റ് എന്ന് നമുക്ക് ആർക്കും അങ്ങനെ തന്നെ തോന്നും. കാര്യം യേശു ക്രിസ്തുവിനേക്കാൾ വലിയ ക്രിസ്തീയ ഉപദേശം ഇവിടെ ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് ഈ ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനുണ്ടോ, പോപ്പിനേക്കാൾ വലിയ റോമൻ കത്തോലിക്കനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ഇവിടെ ഒരു ഉപദേശം പഠിപ്പിച്ചിരിക്കുന്നു. ആ കർത്താവ് പഠിപ്പിച്ചതിനേക്കാൾ വലിയൊരു ഉപദേശം പൗലോസിന് പഠിപ്പിക്കാനുണ്ടോ? ഈ റോമാ ലേഖനത്തിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് എന്താണ് പഠിപ്പിച്ചത്? ഇതാണ് ചോദ്യം. വളരെ വാലിഡ് ചോദ്യമാണ്, വളരെ ലോജിക്കലാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായിട്ട് ക്രിസ്തു ലോകത്തിൽ വന്നത് ക്രിസ്തീയ മാർഗത്തിന്റെ വ്യവസ്ഥ പ്രകാരമല്ല. പ്രത്യുത യഹൂദിയ വാഗ്ദത്ത പദ്ധതിയുടെ വ്യവസ്ഥ പ്രകാരമാണ്. കർത്താവ് ഇവിടെ ലോകത്തിൽ വരുമ്പോൾ ക്രിസ്ത്യാനിറ്റി എന്നൊരു മാർഗം ഈ ഉലകത്തിലില്ല. ഈ സൂര്യന്റെ കീഴിൽ ഒരു ക്രിസ്ത്യാനിയും ഇല്ല. അങ്ങനെ ഒരു മാർഗം ആരംഭിച്ചിട്ടില്ല. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഏതോ ക്രിസ്ത്യാനിക്ക് വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്തം നിറവേറ്റാനോ ക്രിസ്ത്യാനികൾക്ക് എന്തോ പ്രത്യേക രക്ഷയ്ക്കോ അങ്ങനെ ഒരു മാർഗമേ ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കി വരണം. കർത്താവ് ഉലകത്തിൽ വരുന്നത് യഹൂദിയ വാഗ്ദത്ത പ്രകാരമാണ്. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത പ്രകാരം തന്നിൽ കൂടെ വിളിച്ച് വേർതിരിച്ച ഒരു ജനതയുണ്ട്, യഹൂദ ജനം, ഇസ്രായേലൈറ്റ്സ്. അവരോടുള്ള വാഗ്ദത്ത പ്രകാരമാണ് വാഗ്ദത്ത മശിഹ ലോകത്തിലേക്ക് വരുന്നത്. യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ? ജനിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. ആ കർത്താവിനെ അന്വേഷിക്കുന്ന കണ്ടില്ലയോ? യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ? ക്രിസ്ത്യാനികളുടെ രാജാവ് എവിടെ നല്ല? മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ക്രൂശിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലയോ? എന്താ മേലെഴുത്ത് എഴുതി വെച്ചിരിക്കുന്ന? ഇവൻ യഹൂദന്മാരുടെ രാജാവ്. മനസ്സിലായോ? ജനിച്ചതും യഹൂദന്മാരുടെ രാജാവായിട്ടാണ്, മരിച്ചതും യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. ഈ ലോകത്തിലെ ശുശ്രൂഷയിലും കർത്താവ് തന്റെ വായ്മൊഴിയായിട്ട് പറയുകയാണ്, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. ഇവിടെ ക്രിസ്ത്യാനിയുമായിട്ടോ വേറൊരു ജാതിയുമായിട്ടോ വേറെ ജാതീയ രാജ്യങ്ങളുമായിട്ടോ ഒന്നും കർത്താവിനോടൊരു ബന്ധമില്ല. കർത്താവിൻ്റെ ആ ലോകത്തിലെ വരവും ഇവിടെ കർത്താവ് 33 വർഷം ഇവിടെ ജീവിച്ചതും 3.5 വർഷത്തെ അവസാനത്തെ കർത്താവിൻ്റെ മിനിസ്ട്രിയും എല്ലാം തന്നെ യഹൂദന്മാരുടെ ഇടയിലാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറഞ്ഞ അതിശ്രേഷ്ഠമായ 4 ബുക്കുകളാണ്. അതിൽ കർത്താവിൻ്റെ ഈ ലോകത്തിലെ മിനിസ്ട്രിയുടെ അക്കൗണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും യഹൂദന്മാരുടെ ഇടയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളും യഹൂദ ദേവാലയത്തിലും യഹൂദ ആചാരപ്രകാരം അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളും അവരെങ്ങനെ നീതീകരണം പ്രാപിക്കും, അവരെങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് കടക്കും, അവരുടെ വാഗ്ദത്തം എന്താണെന്നും ഒക്കെയാണ് ദൈവം അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ABCD തുടങ്ങിയിട്ടില്ല, ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിലും മത്തായി, മർക്കോസ്, ലൂക്കോസിലും ഒന്നും അല്ല ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ പറഞ്ഞിരിക്കുന്നത്?
അത് റോമാ ലേഖനത്തിലാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി, ആ പരിശുദ്ധ യാഗത്തിലാണ് നാം നീതീകരിക്കപ്പെടുന്നതും ജാതികളായിരുന്ന നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. കർത്താവ് ലോകത്തിൽ ചെയ്ത ശുശ്രൂഷയിലും പഠിപ്പിച്ച കർത്താവിന്റെ പഠിപ്പിക്കലിലും അല്ല ക്രിസ്തീയ മാർഗം നിൽക്കുന്നത് എന്ന് ഞാൻ പരസ്യമായിട്ട് എവിടെയെങ്കിലും നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം എന്നെ എറിയാൻ കല്ലെടുക്കും. കാര്യം അത്രമാത്രം ക്രിസ്ത്യാനി ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ്. റോമാ ലേഖനം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണെന്ന് പറയുമ്പോൾ തന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റിലും 4 സുവിശേഷങ്ങളിലും 12 അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിലും ഒക്കെയാണ് അടിസ്ഥാനം ആയിരിക്കുന്നതെന്ന് നാം വിശ്വസിക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ളത്, ഞങ്ങൾ അപ്പോസ്തോലിക അടിസ്ഥാനത്തിൽ നിൽക്കുന്ന സഭ. ഏത് അപ്പോസ്തലന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ നിൽക്കുന്നത്? 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിൽ. ആ 12 അപ്പോസ്തലന്മാർക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയത്തില്ല. സോറി, ഞാനൊരല്പം ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ തോന്നുമായിരിക്കും. ഒട്ടും ഹാർഷായിട്ടല്ല, ഞാൻ ഈ കാര്യം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ എത്തിക്കാൻ ശ്രമിക്കുക. യേശു ക്രിസ്തു തന്നെ മൂലക്കാലിലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ സഭയെ പണിതിരിക്കുന്നു. വളരെ ശരിയാ. എഫേസ്യ ലേഖനം 2:20 പറഞ്ഞിരിക്കുന്ന വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. അവിടെ പറയുന്ന അപ്പോസ്തലന്മാര് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി 12 അപ്പോസ്തലന്മാരോ പഴയ നിയമത്തിലെ പ്രവാചകന്മാരോ ഒന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ദൈവം ചിലരെ സഭയിൽ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ നിയമിച്ചാക്കിയിട്ടുണ്ട്. അത് പുതിയ നിയമസഭയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ പൗലോസ് അപ്പോസ്തലനാൽ ആരംഭിച്ച ആ സഭകളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന 5 ഉദ്യോഗമുണ്ട്. അതിലെ 1-2 ഉദ്യോഗം അവിടെ പറയുന്നത്. ആ ഒരു അധ്യായം മുഴുവനും അല്ലെങ്കിൽ ആ ഒരു പുസ്തകം മുഴുവനും നിങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാകും. അവിടെ 12 അപ്പോസ്തലന്മാരെ കുറിച്ച് ഒരു പ്രതിപാദ്യവും ഇല്ല. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചോട്ട് അറിയത്തുമില്ല. അവസാന സമയങ്ങളിൽ പോലും പൗലോസ് അപ്പോസ്തലന് എന്താ പറയുന്നതെന്നേ ശരിക്കും മനസ്സിലായിട്ടില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയത്തില്ല. അവർ പ്രസംഗിച്ചിരിക്കുന്ന ഈ യഹൂദന്റെ ഇടയിലാണ്. അവർ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന അവരുടെ ലേഖനങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കാട്ടെ. എല്ലാം ചിതറിപ്പോയ 12 ഗോത്രങ്ങൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ് അവരുടേത്. അവർ സംസാരിക്കുന്നത് അവരോടാണ്, യഹൂദനോടാണ്. ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാരണം 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ബേസിസിലാണ് സെയിന്റ് തോമസ്, സെയിന്റ് പീറ്റേഴ്സ്, സെയിന്റ് ജോൺ എന്നൊക്കെ പറഞ്ഞ് പള്ളിയുടെ മേളിൽ പള്ളി പണിത് നമ്മൾ ആ 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിലാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. റോമാ ലേഖനത്തിലാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം. ഇവിടെ റോമൻ കത്തോലിക്ക സഭയെ നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് അവർ പറയുന്നത് ആദ്യ ആചാരിത്വം പ്രാപിച്ചു അഹരോൻ മോശയോടൊന്നിച്ച്. അതായത് ആചാരിത്വം എന്ന് പറയുന്നത് അവരുടെ പട്ടത്വമാണ്, പൗരോഹിത്യം. ആദ്യ പൗരോഹിത്യം പ്രാപിച്ചു അഹരോൻ മോശയോടൊന്നിച്ച്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അവരുടെ കണക്ടിവിറ്റി ആരംഭിക്കുക. അതായത് അവര് യേശുക്രിസ്തുവിലൊന്നുമല്ല, യേശുക്രിസ്തുവിനെയൊക്കെ താണ്ടി അങ്ങ് പോയി, 1000 വർഷമെങ്കിലും അപ്പുറത്ത് പോയി. അഹരോൻ ആദ്യ ആചാരിത്വം, ആദ്യത്തെ പുരോഹിതൻ അഹരോനാണ്. അവിടുന്ന് അവരുടെ പൗരോഹിത്യം ആരംഭിച്ചതാണെന്നാണ് അവർ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോമാ ലേഖനത്തിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴും അതിലൊന്നും ക്രിസ്ത്യാനിക്ക് അടിസ്ഥാനമില്ല. അവർ വേറെ പലയിടങ്ങളിലും അടിസ്ഥാനം ഇട്ടിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ 45,000-ലേറെ ഡിനോമിനേഷൻസ് നമ്മൾ കാണുന്നത്. പെന്തക്കോസ്, ബ്രദറൻ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ഇതുപോലുള്ള സഭകളെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും പറയുന്നത് എന്താ, പെന്തക്കോസ് നാളിൽ, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 2 സഭ ആരംഭിച്ചു എന്ന്. ഏത് സഭയാ പെന്തക്കോസ് നാളിൽ ആരംഭിച്ചേ? ഞാൻ എൻ്റെ എപ്പിസോഡുകളിൽ കൂടെ പരസ്യമായിട്ട് ഞാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും അതൊന്ന് പ്രൂവ് ചെയ്യാൻ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ സമ്മാനം കൊടുക്കാം. ഏത് സഭയാ പെന്തക്കോസ് നാളിൽ ആരംഭിച്ചത്? അവിടെ ഒരു സഭയും ആരംഭിച്ചിട്ടില്ല. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സഭയോട് കൂടി 3000 പേര് ചേരുവാനായിട്ടിടയായി. അത് യഹൂദിയ സഭയാണ്, ഇസ്രായേലിലുള്ള സഭയാണ്. കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ചു. അവരോട് പറഞ്ഞത് സഭയെ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവൻ സഭയ്ക്ക് പുറത്തുള്ളവനായിരിക്കട്ടെ, അവനെ സഭയിൽ നിന്ന് പുറത്താക്കാനൊക്കെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 17 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിൽഡർനെസ്സിലെ ചർച്ചിനെ കാണും. 7 പഠിച്ചു കഴിഞ്ഞാൽ 7-ാമത്തെ അധ്യായത്തിൽ മരുഭൂമിയിലെ സഭയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. യോവേൽ പ്രവചനമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിയോനിൽ ഒരു കാഹളം ഊതുവീൻ, സഭായോഗം വിളിപ്പീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ. ഏത് സഭയുടെ കാര്യമായി യോവേൽ പ്രവാചകനൊക്കെ പറയുന്നേ?
പഴയ നിയമത്തിലുണ്ടായിരുന്ന ആ സഭ, ആ യഹൂദിയ സഭ അല്ലെങ്കിൽ ഇസ്രായേലിലെ സഭ, ആ സഭയോട് അതിൽ ദൈവം വിളിച്ച് വേർതിരിച്ച 12 അപ്പോസ്തലന്മാരാൽ യേശു ക്രിസ്തുവിനെ മശിഹായെന്ന് അംഗീകരിച്ച ചെറിയ കൂട്ടം, അതാണ് ദൈവം പ്രസാദിച്ചിരിക്കുന്ന സഭ. ചെറിയ കൂട്ടമേ, ഭയപ്പെടേണ്ട, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാമത്തെ വാക്യം. ആ സഭയോടാണ് 3000 പേര് ചേരുന്നത്. അത് ക്രിസ്തീയ സഭയല്ല, അതിന് 1000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള യഹൂദിയ സഭയെ കുറിച്ചാണ് അവിടെ ഈ പറയുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത കാരണം ഇങ്ങനെയുള്ള വലിയ തെറ്റുകളിലാണ് ഇന്ന് ക്രിസ്തണ്ടം കുടുങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ലെ പെന്തക്കോസ്ത് പെരുന്നാളിൽ സഭ ആരംഭിച്ചുവെന്നും മത്തായി 28-ലും മർക്കോസ് 16-ലും ഒക്കെ നമ്മുടെ മഹാദൗത്യം അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ നമ്മളെ ഒപ്പടച്ചിരിക്കുന്നു, ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുക. ഇതിനെ എന്താ പറയുന്നത്? ഇരുട്ടിൽ തപ്പി തടയുക എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രമാത്രം കാര്യങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടും, ഇത്രമാത്രം ജനങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകാവുന്ന വണ്ണം പച്ച വെളിച്ചം പോലെ ക്ലിയർ ആയിരുന്നിട്ടും എന്തുകൊണ്ട് ഈ സത്യം ജനം ഉൾക്കൊള്ളുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുക, കണ്ണിൽ ചെതുമ്പൽ പോലെ ബാധിച്ചിരിക്കുക, ഇരുട്ട് ബാധിച്ചിരിക്കുക, ഈ സത്യം കാണുവാൻ കഴിയാത്തവണ്ണമായിരിക്കുക. ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിൽ തപ്പി തടയുന്നവരെ പോലെ ആയിപ്പോകും. ഞാനൊരു വാക്യം മാത്രം ഒന്ന് കാണിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, നമ്മുടെ വിഷയത്തിലേക്ക് വരാം, ഞാൻ ആമുഖമായിട്ട് അധികം നിൽക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം ഞാൻ കാണിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് കണ്ടോ? ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ മിനിസ്ട്രിയിലോ, ഈ ലോകത്തിൽ കർത്താവ് ചെയ്ത എന്തെങ്കിലും അത്ഭുത പ്രവർത്തികളിലോ, ഇവിടെ വെച്ച് പഠിപ്പിച്ച എന്തെങ്കിലും പഠിപ്പേരിലോ അല്ല ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ എത്ര ബോൾഡായിട്ട് ഈ കാര്യം എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ച് നോക്കിയേ. ഇന്നിത് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജനം നമ്മളെ കല്ലെറിയും. എന്നാൽ എത്ര ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങൾ, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലുണ്ടായിരുന്നപ്പോൾ ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും കൽപ്പിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളല്ല ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. അത് പറഞ്ഞത് യഹൂദനോടാണ്. ഓഫ് കോഴ്സ് നമുക്ക് പറയാം യഹൂദനും യവനൊന്നൊരു വ്യത്യാസമില്ല. യെസ്, അതില്ലാത്തത് ഈ കാലഘട്ടത്തിലാണ്. കർത്താവ് വന്നു, കർത്താവ് ഇവിടെ ശുശ്രൂഷിച്ചു, കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് സ്വർഗത്തിൽ മഹത്വത്തിന്റെ മഹിമയിലായി. അവിടെ നിന്നും ഏകദേശം 1 വർഷം കഴിഞ്ഞ് സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ഇൻസിഡന്റ് ഉണ്ടായി. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ അനുഗ്രഹ പദ്ധതികളെ കൈവിടുകയും അതിന് ഏകദേശം 1 വർഷത്തിന് ശേഷം പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് സഭയിൽ മറഞ്ഞിരുന്ന, ആ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റോമാലേഖനം ക്രിസ്തീയ ഉപദേശത്തിന്റെ അടിസ്ഥാന പ്രമാണമാകുന്നത് നമുക്ക് മനസ്സിലാകാതെ പോകും. അങ്ങനെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പൊത്തുവരുത്ത ക്രിസ്ത്യാനിയായിട്ട് നിൽക്കും. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാപ്ചർ നടക്കും, അന്ന് നമ്മൾ കൈവിടപ്പെട്ടു പോകും. കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അതോ ഗതിയാണ്. എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എനിക്ക് ഒരു പ്രയോജനമില്ല. നിങ്ങൾക്കാണ് അതിന്റെ പ്രയോജനവും ദോഷവും ഗുണവും എല്ലാം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് പറയുന്നത് അത്ര വലിയൊരു വിപത്ത് വന്ന് സംഭവിക്കാൻ പോകുന്നു. ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് കർത്താവിലെ വിശ്വാസത്താൽ നിങ്ങൾക്ക് നേടുവാൻ കഴിയുന്ന സൗഭാഗ്യം, നിങ്ങളുടെ ഈ പിടിവാശിയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ പാരമ്പര്യത്തിന്റെ പുറകെ പോകുന്നതിനാൽ നഷ്ടമായി പോകാൻ പോവുകയാണ്. അതൊരു ചെറിയ പ്രശ്നമല്ല, നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതിനെ കാര്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ സത്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വഞ്ചിക്കുക ചെയ്യുന്നത്, നിങ്ങളെ തന്നെ ചതിക്കുക ചെയ്യുന്നത്. എനിക്കിതിനകത്തിൽ എന്താ ലാഭം? എനിക്കൊരു ലാഭവുമില്ല. ഞാൻ ഈ സത്യം നിങ്ങളെ അറിയിക്കുന്നത് അത് വാസ്തവമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഉള്ളത് തന്നെയോ അങ്ങനെ തന്നെയോ എന്ന് മനസ്സിലാക്കി നിങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മുന്നിലിരിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളെ കേൾക്കുന്ന അനേകരുണ്ട്, നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുന്നവരുണ്ട്. അവരുടെ ഹൃദയങ്ങളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, അവരോടാണ് ഞാൻ ഈ ഇടപെടുന്നത്. അനേകർക്ക് ഈ സത്യം ഉൾക്കൊള്ളുവാൻ ദൈവം ഹൃദയ നിലങ്ങളെ വിശാലമാക്കട്ടെ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ദി എൻഡ് ഓഫ് യുവർ സ്റ്റോറി. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് തിരിച്ചു വരാമെന്നൊരു പദ്ധതിയിലല്ല. ദൈവം തമ്പുരാന് പോലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ പിന്നെ കഴിയത്തില്ല. യു ആർ ഗോൺ, യു ആർ ഫിനിഷ്ഡ്.
മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും നാടോടുന്നതിന്റെ പുറകെ നടുവേ ഓടുന്നതല്ല ക്രിസ്തീയ സഭ, അല്ലെന്നുണ്ടെങ്കിൽ ദൈവിക ഉപദേശം. ഇന്ന് ജനം ഗുഡ് ഫ്രൈഡേ ആയിട്ട് കൊണ്ടാടുന്നു. ഇന്നലെ നാളെ ഇനിയും ഉയർപ്പ് ഞായറാഴ്ചയായിട്ട് കൊണ്ടാടും. ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞപ്പോഴത്തേന് കഞ്ഞിയും കുടിച്ച് മല കയറി കുരിശുമുത്തമൊക്കെ ചെയ്ത് ആ ടയേർഡായിട്ട് വളരെ വിഷമത്തോടു കൂടി ഇരിക്കുക. നാളെ പിന്നെ കപ്പയും ഇറച്ചിയും കള്ളും കോഴിയും ഒക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഒരു ആഘോഷം വേറെ, ഉയർപ്പ് ഞായറാഴ്ചയായിട്ട്. ഇതൊക്കെ എന്താണ് ആക്ച്വലി ദുഃഖ വെള്ളിയാഴ്ച? എന്തിനാ അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്? ദുഃഖ വെള്ളിയാഴ്ച ആണെങ്കിൽ എങ്ങനെയാണ് അത് ഗുഡ് ഫ്രൈഡേ ആയത്? എന്താണ് അവിടെ നടന്നത് ആ വെള്ളിയാഴ്ച? എന്താണ് ആ ഉയർപ്പ് ഞായറിന്റെ പ്രത്യേകത? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിന്റെ മഹത്വം എന്താണ്, അതിന്റെ മഹിമ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെ നിങ്ങൾ വാസ്തവമായിട്ട് മനസ്സിലാക്കുന്നത് ഏറ്റവും അനുഗ്രഹകരമായിരിക്കും. ശരീരമായ സഭയ്ക്ക് തലയായ ക്രിസ്തുവിലുള്ള പങ്കാളിത്തം. നമ്മുടെ എൽദോ ബ്രദർ, കോട്ടയത്തെ ഗേറ്റ് ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന ബ്രദർ എൽദോ വർഗീസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ശരീരമായ സഭയ്ക്ക് തലയായ ക്രിസ്തുവിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്ന ടൈറ്റിലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങളത് കേൾക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. എന്താണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം? ഈ തലയും ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ ദാസൻ അതിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം, റോമാലേഖനത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ വിഷയം ഒന്ന് എടുക്കാം. 4-ാം അധ്യായത്തിന്റെ വിഷയ വിവരണം ഒന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് വരാം. 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ. നീതീകരണം പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. ഒരു മനുഷ്യൻ, പാപിയായ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടല്ല. ഒരു പുണ്യപ്രവൃത്തിയിലും ഒരു നീതി പ്രവൃത്തിയിലും അല്ല ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. അത് വിശ്വാസത്താലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി. ഞാൻ ആ വാക്യങ്ങളൊന്ന് പെട്ടെന്ന് പ്രൊജക്ട് ചെയ്ത് കാണിച്ചു പോകാം. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിലാണ് അത് പറയുന്നത്. 4-5 വാക്യങ്ങൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. 4-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതുകൊണ്ട് അത് അവിടെ നിൽക്കുന്നില്ല. പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത് പറയുക. ഇവിടെ 5-ാം വാക്യം, പ്രവർത്തിക്കാത്തവൻ എങ്കിലും, അതായത് ഒന്നും പ്രവർത്തിക്കാത്തവനാണെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇവിടെ ഒരു പ്രവൃത്തിയാലുമല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിലാണെന്ന് പറയുക. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചത് നീതീകരണം പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണെന്നാണ്. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. നീതീകരണം പരിച്ഛേദനയാലുമല്ല എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി. 10-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട് പ്രത്യേകിച്ച്. എങ്ങനെയാണ് അത് കണക്കിട്ടത്? 9-ാമത്തെ വാക്യം നോക്കി, അവിടെ പറയുകയാണ്, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ? അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അതോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ അത്ര. അതായത് ഇവിടെ പരിച്ഛേദന കൊണ്ട് ഒരു പ്രത്യേകതയുമില്ല. ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് പരിച്ഛേദന ഉണ്ടായിട്ടോ പരിച്ഛേദന ചെയ്തതിലൂടെ അല്ല, മറിച്ച് എല്ലാവർക്കും, അഗ്രചർമ്മിക്കും പരിച്ഛേദനയ്ക്കും എല്ലാവർക്കും വിശ്വാസത്താലാണ് ഇന്ന് രക്ഷ എന്ന് പറയുക. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നത് നീതീകരണം ന്യായപ്രമാണത്താലല്ല എന്നാണ്. ന്യായപ്രമാണത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യുന്നതിലൂടെ അല്ല നാം നീതീകരിക്കപ്പെടുന്നത് എന്ന് പറയുകയാണ്. നമുക്ക് തുടർന്ന് വായിക്കാം. 11-ാമത്തെ വാക്യം മുതൽ 17 വരെ ഞാൻ വായിക്കാം. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോട് വിശ്വസിക്കുന്നവർക്കും കൂടി നീതി കണക്കിടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും, പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ ലോക അവകാശി ആകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. ഇവിടെ മുതൽ അത് ആരംഭിക്കുക. ഇവിടെ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലാണ് അത് ലഭിച്ചത് എന്ന് പറയുക. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു,
ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്കും മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒരല്പം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ചില ഭാഗങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും അതുകൊണ്ടാണ് അധികം വേഴ്സസ് നമ്മൾ കവർ ചെയ്യാതെ വളരെ സ്ലോ ആയിട്ട് ഈ കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നത്. 9 മുതൽ 12 വരെ നമ്മൾ വായിച്ച ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് വായിച്ചു വിട്ടെങ്കിലും ഇവിടെ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് മാനവരാശിയുടെ രക്ഷയ്ക്ക് അന്നും ഇന്നും എന്നും നിദാനം വിശ്വാസമാണ്. വേറെ ഒരു പ്രവൃത്തിയോ വേറെ ഒരു അനുഗ്രഹങ്ങളോ ഒന്നും ഇതിന് കാരണമല്ല. എന്നാൽ അന്ന്, അതായത് ഈ കൃപായുഗം ആരംഭിക്കുന്നതിന് മുൻപ് വിശ്വാസം തെളിയിക്കാൻ പ്രവൃത്തികൾ ആവശ്യമായിരുന്നു. അവർക്ക് വിശ്വാസമുണ്ട് എന്ന് തെളിയിക്കുവാനായിട്ട് ഈ പ്രവൃത്തികൾ ആവശ്യമായിരുന്നു. ആ പ്രവൃത്തികളിൽ കൂടി ഇപ്പം നമുക്കറിയാം, എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും വായിച്ചതാണ്. 10-ാം അധ്യായത്തിന്റെ 4-11 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, കാളക്കുട്ടികളുടെ രക്തത്തിലോ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിലോ ഒന്നും ഒരു പാപവും മാഞ്ഞു പോകത്തില്ല. അനുദിനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതന്മാരുടെ പൗരോഹിത്യ ശുശ്രൂഷയിലെങ്ങും ഒരു പാപവും മാഞ്ഞു പോകുകയില്ല. പിന്നെ എന്തിനാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും ഒക്കെ അക്കാലത്ത് യാഗം കഴിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ വിശ്വാസം ആ പ്രവൃത്തിയിലൂടെ തെളിയിക്കണം. അതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന കൽപ്പന. കാര്യം, കർത്താവിന്റെ കാൽവറി യാഗമോ അതിലൂടെ നിവൃത്തിയായിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയോ ലോകത്തിന് പ്രസിദ്ധമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞിരുന്നു അവര് ആ കാര്യങ്ങൾ ചെയ്യണം. അന്ന് വിശ്വാസം തെളിയിക്കാൻ അവർക്ക് പ്രവൃത്തി ആവശ്യമായിരുന്നു. ഇന്ന് കൃപായുഗമാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന കാലമാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. സകല മനുഷ്യർക്കും, യഹൂദന് മാത്രമല്ല, പരിച്ഛേദനക്കാരന് മാത്രമല്ല, മനസ്സിലായോ, സകല മാനവരാശിക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ കർത്താവിന്റെ കാൽവറി യാഗത്താൽ, അവന്റെ രക്തത്താൽ, അതിലെ വിശ്വാസത്താൽ നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുക. ഒരു വാക്യം ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചിട്ട് ഇങ്ങോട്ട് മടങ്ങി വരാം. കൊലോസ് ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിൽ നമുക്ക് പാപത്തിന്റെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളുടെ ഒന്നും അർത്ഥം ശരിക്കും മനസ്സിലാകാത്തതിന്റെ ഒരു മേജർ റോൾ ഈ മലയാളം ട്രാൻസ്ലേഷന്. ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ബൈബിൾ, ഇപ്പൊ തന്നെ റോമാലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവൻ ഒരു 10 തവണ വായിച്ചാൽ പോലും അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് പിടികിട്ടത്തില്ല. ആ രീതിയിൽ തിരിച്ചും മറിച്ചും കുറുക്കിയും നീട്ടിയും ആവശ്യമില്ലാത്ത കുറെ ഭയങ്കര കട്ടിയായിട്ടുള്ള വാക്കുകളൊക്കെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ടവൻ ഒരു 4-5 പ്രാവശ്യം വായിച്ചിട്ട് വിട്ടുകളയും, പിടികിട്ടത്തില്ല. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഒരു സിമ്പിൾ വാക്യമാണ്. കൊലോസ് ലേഖനം 1:14. അതിൽ പറയുകയാണ്, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾക്ക് എന്ത് മനസ്സിലായതിൽ നിന്ന്? എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് കണ്ടോ, KJV എഴുതിയിരിക്കുന്ന കണ്ടോ? അവിടെ പറയുന്ന കണ്ടോ, ഇൻ ഹും വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ് ഈവൻ ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ ചൊരിഞ്ഞ ആ രക്തത്തിലെ വിശ്വാസത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മലയാളം ട്രാൻസ്ലേഷൻ കണ്ടോ, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എവനിൽ, എന്തിൽ? ആ ത്രൂ ഹിസ് ബ്ലഡ് എന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്തിരിക്കുക, വിട്ടുകളഞ്ഞിരിക്കുക. എന്തോ ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് വിട്ട് കളഞ്ഞിരിക്കുന്നത് നോക്കി. മലയാളത്തിലെ ട്രാൻസ്ലേഷന്റെ വ്യത്യാസമാണ് കാണിക്കുന്നത്. ഞാൻ കുറേ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒരു എപ്പിസോഡ് ഞാൻ ഇത് തന്നെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചത് എത്ര മാത്രം മലയാളത്തിലെ ആ ട്രാൻസ്ലേഷൻ ജനത്തെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ്, അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ വേറെ ഒരു നീതി പ്രവൃത്തിയിലുമല്ല, ത്രൂ ഹിസ് ബ്ലഡ് ഈവൻ ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. നമ്മുടെ പാപത്തിന്റെ മോചനം കർത്താവായ യേശു ക്രിസ്തുവിൻ കാൽവറിയിൽ ചൊരിഞ്ഞ ആ രക്തത്തിലൂടെ, അതിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നുവെന്നാണ് ഈ പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അത് എടുത്തെടുത്ത് നിങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, അത് നമ്മുടെ നാഷണൽ ആന്തമാണ്. ഒരു പ്രവൃത്തിയും, കൃപയാൽ വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവൃത്തികൾ ഒന്നും അതിന് കാരണമല്ല. ഒരു ജഡവും അവന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന്.
ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കുന്നതിലോ നമ്മുടെ സെൽഫ് റൈറ്റിയസ്നെസ്സിലോ നമ്മുടെ സ്വയം നീതിയിലോ ഒന്നുമല്ല നമുക്കിവിടെ രക്ഷ ലഭിക്കുന്നത്. രക്ഷയ്ക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് പറയുക. പഴയ കാലത്ത് ഉണ്ടായിരുന്നു, അവരുടെ വിശ്വാസം തെളിയിക്കുവാനായിട്ട് അവർക്ക് പ്രവൃത്തികൾ ആവശ്യമായിരുന്നു. എന്നാൽ ഈ കാലത്ത് ഇത് കൃപായുഗമാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാം കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ വരും കാലത്ത് നമ്മൾ ഇവിടുന്ന് പോകും. റാപ്ചറിൽ നാം ഇവിടുന്ന് ചേർക്കപ്പെടും, സഭ ഇവിടുന്ന് മാറ്റപ്പെടും. അന്ന് ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതി ആരംഭിക്കും. അവരെ ആ കഷ്ടകാലത്തിൽ കൂടി അവർ കടന്നു പോവുകയും അവര് യഥാസ്ഥാനപ്പെടുകയും 2 പേര് രക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് കടക്കും. അന്ന് വിശ്വാസത്താലാണ് രക്ഷ. രക്ഷ അന്നും വിശ്വാസത്താൽ തന്നെയാണ്. പക്ഷെങ്കിൽ അന്നും അവരുടെ വിശ്വാസം അവർക്ക് തെളിയിക്കാൻ പല നീതി പ്രവർത്തികളും ചെയ്യേണ്ടതായിട്ട് വരും. അന്ത്യം വരെ പിടിച്ചു നിൽക്കേണ്ടതായിട്ട് വരും. വീണു പോകുന്നത്, ഒരിക്കൽ വീണു പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ അവൻ വീണു പോകും. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കണം. പരീക്ഷയിലും ശോധനയിലും ഒക്കെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടുന്ന പ്രത്യേക കൃപ ദൈവം അവരുടെ മേൽ പകരും. ഇതൊക്കെ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു വാക്യം മാത്രം ഒന്ന് കാണിച്ച് ഞാനതൊന്ന് ഓർപ്പിച്ച് അവിടുന്ന് മാറാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതാ ഇവിടെ പറയുന്നത് കണ്ടില്ലോ, ലവോദിക്ക സഭയ്ക്ക് എഴുതുക, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്ന്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിനെ കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇതെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്ന ഉപമാനമായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അന്ത്യം വരെയും പിടിച്ചു നിൽക്കുവാൻ നീതി പ്രവർത്തികൾ, തീയിൽ ഊതി കഴിച്ച പൊന്നെന്ന് പറയുന്ന അവരുടെ വിശ്വാസമാണ്. ആ എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഉണ്ടായാലും 666 ഇവിടെ നിലവിലിരിക്കുന്ന സമയമാണ്. എതിർ ക്രിസ്തു ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് എന്തെല്ലാം വന്നു കഴിഞ്ഞാലും തീയിൽ ഊതി കഴിച്ച പൊന്ന്, അതുപോലുള്ള വിശ്വാസം അവർക്കുണ്ടായിരിക്കണമെന്ന് പറയുക. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം, അതായത് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് പറയുക. ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, അതായത് വിശുദ്ധിയോട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപം, പരിശുദ്ധ ആത്മാവ് പ്രാപിക്കുവാൻ. ആ സമയത്ത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവിക ഉപദേശങ്ങളാണ് ഈ പറയുന്നത്. അതായത് അവർ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുകയും അവർ അന്ത്യം വരെയും വിശ്വസ്തരായിട്ട് നിൽക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത്, ഒരിക്കൽ വിശ്വാസം ലഭിച്ചതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിന് ശേഷം ഒരാൾ വീണു പോയി കഴിഞ്ഞാൽ അവനെ തിരിച്ച് ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നൊരു കാലഘട്ടം. അത് അവരോട് പറയുന്ന കാര്യമാണ്. എബ്രായ ലേഖനം മുതൽ അവരുടെ ആ ഒരു റീസ്റ്റോറേഷൻ ആരംഭിക്കുക. ആ യഹൂദ ജനത്തെ റീസ്റ്റോർ ചെയ്ത് ആ കാലഘട്ടത്തിലേക്ക് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഡീറ്റെയിലുകളൊക്കെ. ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നത്, പഴയ കാലത്ത് അവരുടെ വിശ്വാസം തെളിയിക്കുവാനായിട്ട് അവർക്ക് പ്രവൃത്തികൾ ആവശ്യമായിരുന്നു. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം തെളിയിക്കാൻ ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തെ, ഇന്ദ്രിയങ്ങളെ അറിയുന്ന ദൈവം പരിശുദ്ധ ആത്മാവിനാൽ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടുകയാണ്. വീണ്ടെടുപ്പിൻ നാൾ വരെ നമ്മളെ മുദ്രയിടുകയാണ്. ഇവിടെ നമ്മൾ പ്രവർത്തിച്ച് ഒന്നും നേടുവാനായിട്ടില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ ആവശ്യമാണ്, വിശുദ്ധ ജീവിതം ആവശ്യമാണ്, നീതി പ്രവർത്തികൾ ആവശ്യമാണ്. അതെല്ലാം നാം രക്ഷിക്കപ്പെട്ടതിന്റെ റിസൾട്ടാണ്. നാം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന്റെ ഫലമാണ്, പ്രോഡക്റ്റാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 12-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോട് വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. അടുത്ത വാക്യം: പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ യഹൂദന് അവർക്കൊരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട്, അവർ രക്ഷിക്കപ്പെടും. കാരണം അവർ അബ്രഹാമിന്റെ സന്തതിയാണ്, വാഗ്ദത്ത ജനമ, വിശുദ്ധ ജാതിയ. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്തില്ലെങ്കിലും അവർ രക്ഷിക്കപ്പെടും എന്നൊരു ധാരണ അവർക്കുണ്ട്. ഇവിടെ റോമാലേഖനത്തിന്റെ 9-ാം അധ്യായം അതിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ പറയുന്നത് കണ്ടോ? ദൈവവചനം, ആമേൻ, ദൈവവചനം വൃഥാവായി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളൊന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന്
ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി എന്നെണ്ണുന്നു. ഇവിടെ യഹൂദന് ഒരു ധാരണയുണ്ട്, അവർ അബ്രഹാമിന്റെ സന്തതിയാണ്, അതുകൊണ്ട് അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അവർ രക്ഷപ്പെടും എന്നൊരു ധാരണ അവരുടെ ഉള്ളിലുണ്ട്. കാര്യം ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവജനമാണ്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനോട് പറയുന്ന ഒരു ഭാഗം കണ്ടില്ലേ, തന്റെ സ്നാനത്തിനായി പരീശരും സദൂക്യരിലും പലരും വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവര് മഹാപുരോഹിതനായിട്ട്, പുരോഹിത വൃന്ദമാകട്ടെ, ആ ഒരു ലീഡ് കാറ്റഗറിയിലുള്ള യഹൂദന്മാർ ആരും തന്നെ ആകട്ടെ, ഈ ഒരു വിശ്വാസത്തിലേക്ക് വരികയോ യോഹന്നാന്റെ കയ്യാൽ സ്നാനമേൽക്കുകയോ ചെയ്യുന്നില്ല. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ, പരീശന്മാര് സദൂക്യര് പലരും വരുന്നത് കണ്ടാറ് യോഹന്നാൻ അവരോട് ചോദിക്കുക, സർപ്പസന്തതികളെ, അവരെ ഒന്നും വലിയ ബഹുമാനത്തോട് വലിയ ഹോണറബിൾ എന്നാരെന്നൊന്നും പറഞ്ഞൊന്നും അല്ല വിളിക്കുന്നത്, സർപ്പസന്തതികളെ. സർപ്പസന്തതികളെ എന്ന് വിളിക്കാൻ കാര്യം അവരിപ്പോഴും ആ സർപ്പത്തിന്റെ പിടിയില്ല. ഏദൻ തോട്ടത്തിൽ വന്ന ആ സർപ്പത്തിന്റെ സന്തതികൾ തന്നെയാണ്, അങ്ങോട്ട് തന്നെയാ തിരിച്ചു പോകാനും പോകുന്നത്. അതുകൊണ്ട് അവരോട് പറയാ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ. അതേതാ? അതാണ് ഈ 7 വർഷം വരാനിരിക്കുന്ന ഒരു പീഡന കാലമുണ്ട്, അതിലൂടെ അവർ കടന്നു പോകാൻ പോവുക. വീശുമുറമുള്ളവൻ കയ്യിലുള്ളവൻ വരാൻ പോവുക, കളത്തെ മുറ്റും വെടിപ്പാക്കുന്നവൻ വരാൻ പോവുക, തീയിൽ കൂടി കടന്നു പോകും, ആ ഭയങ്കര കഠിന ശോധനയിൽ കൂടി അവർ കടന്നു പോകും. അതിനെ പറയുന്നത് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? സ്നാനമേൽക്കുവാനായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ചോദിക്കുക. അവിടെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നവരോട് പറയുക. അന്നേരം അവരുടെ ഉള്ളിൽ ചിന്തിക്കുക, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അവരുടെ വിശ്വാസം അതാണ്, അബ്രഹാമിന്റെ മക്കളാകിയാൽ ഞങ്ങൾക്കിതെല്ലാം ലഭിക്കും. അതുകൊണ്ട് അവർക്കത് ദൈവജനമാണ്, അവർക്കത് പറഞ്ഞിട്ടുള്ളതാണ്, അവർക്കത് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. അവരുടെ ഉള്ളിൽ ഗ്രഹിച്ചിട്ട് സ്നാപക യോഹന്നാൻ പറയാ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിന് ഇവിടെ ഒരു പ്രത്യേകതയുമില്ല. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കിവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങൾ അബ്രഹാമിന്റെ ആകുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കില്ല. ഈ കിടക്കുന്ന കല്ലുകൾ കണ്ടോ, ഈ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് മക്കളെ ഉളവാക്കുവാൻ, അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ കഴിയും. നിങ്ങളൊക്കെ നീതിയോട് ജീവിച്ചില്ലെങ്കിൽ എല്ലാവരും വെട്ടി തീയിലിട്ട് ചുട്ടുകളയുമെന്ന് പറയുക. ഈ കാര്യമാണ് റോമാലേഖനത്തിലും ഇവിടെ പറഞ്ഞ് തെളിയിക്കുന്നത്. ഞാൻ 9-ാം അധ്യായത്തിൽ വായിച്ച് കേൾപ്പിച്ചല്ലോ, റോമാലേഖനം 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞത് കണ്ടോ, അബ്രഹാമിന്റെ സന്തതി ആണെന്ന് വിചാരിച്ച് എല്ലാവരും മക്കളാണെന്ന് വിചാരിക്കരുത്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ അത്രേ നിന്റെ സന്തതികളെന്ന് വിളിക്കപ്പെടും. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി എന്നെണ്ണുന്നു. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ പാരമ്പര്യത്താലോ ഒന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. എന്തിനാലാണ് നീതീകരണം ലഭിക്കുന്നത് എന്നിവിടെ ഉറപ്പിക്കുക. 13-ാമത്തെ വാക്യം ഇവിടെ മുതൽ ഇനിയും പറഞ്ഞു തുടങ്ങുകയാണ്, ന്യായപ്രമാണത്തിന്റെ എന്തെങ്കിലും പ്രവൃത്തികൾ നിങ്ങൾ ഫോളോ ചെയ്ത് ഈ നീതീകരണം പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് ഉറപ്പിക്കുക. 13-ാമത്തെ വാക്യം മുതൽ 17 വരെ ഇതാ പറയുന്നത്. 13-ലെ വാക്യം പറയാം, ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനും അവന്റെ സന്തതിക്കും ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ്. ഇതെല്ലാം എടുത്തു കാണിക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യവും 22-ാം അധ്യായം 17-ാം വാക്യവുമാണ് വായിച്ച് കേൾപ്പിക്കാൻ. നമുക്ക് ഇങ്ങനെയുള്ള റെഫറൻസ് വായിച്ചു പോകുന്നത് നല്ലതാ. അല്ലാന്നുണ്ടെങ്കിൽ ആ വിഷയം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇവിടെ ഞാൻ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശാപിക്കുന്നവരെ ഞാൻ ശാപിക്കും. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുക, അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുക. അവിടെ പറയുകയാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടണം. എന്നാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചെറിയ സ്ട്രീമാണ്, ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. പ്രോമിസ് സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. നമുക്ക് അതെങ്ങനെയാണ് അനുഗ്രഹം ലഭിക്കുന്നതെന്ന് തുടർമാനമായിട്ടുള്ള ചിന്തയിൽ നമുക്ക് കാണാം. 22-ാമത്തെ അധ്യായം കൂടെ ഒന്ന് വായിക്കാം. 17-18 വാക്യങ്ങൾ. 17-18 വാക്യങ്ങൾ അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. 22-ാമത്തെ വാക്യമായത് അധ്യായമാണ്. ആദ്യം 12-ാമത്തെ അധ്യായത്തിലായിരുന്നു, ഇവിടെ 22-ാമത്തെ അധ്യായമാണ്. ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും,
നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. 2 സന്തതി പരമ്പരയായത്. അതിനെ അനുഗ്രഹിക്കുന്ന കാര്യമാണ് ദൈവം ഇവിടെ പറയുന്നത്. 1 ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും 2 കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന 2 കൂട്ടരെയും അനുഗ്രഹിക്കുന്ന കാര്യമാണ്. ഇത് ന്യായപ്രമാണം കൊടുക്കുന്നതിന് 430 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഈ അനുഗ്രഹമൊക്കെ കഴിഞ്ഞ് ഏകദേശം 400 ചില്ലുവാനം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ ഇവിടെ ചോദിക്കുന്നത്, ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ന്യായപ്രമാണത്താലാണോ എന്ന് ചോദിക്കുക. 13-ാമത്തെ വാക്യം, റോമാലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. അവിടെ പറയാ, ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല. യെസ്, ന്യായപ്രമാണത്താലല്ല. ന്യായപ്രമാണം ലഭിക്കുന്നതിന് 1400 വർഷം മുമ്പേ ദൈവം ഇത് പ്രോമിസ് ചെയ്തത്. വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചതെന്ന് പറയുക. 14, എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ഇവിടെ പറയുന്നത്, ഇത് ഒരു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും ചെയ്തതിനാലല്ല ഈ അനുഗ്രഹം ദൈവം ഇവർക്ക് കൊടുത്തത്, മറിച്ച് ദൈവം അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദത്തമാണ്. ഒരു വാക്യം കൊടുത്ത് വായിച്ച് കേൾപ്പിക്കട്ടെ ഇതിനോടുള്ള ബന്ധത്തിൽ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള ചില വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ, 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. വളരെ ക്ലിയർ ആയിട്ടാ കാര്യങ്ങൾ അവിടെ പറയുന്നത്. കർത്താവ് കൊടുത്തിരിക്കുന്ന ആ വാഗ്ദത്തം 430 വർഷം കഴിഞ്ഞു കൊടുത്ത ഒരു പ്രമാണം അതിനെ നീക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം ഓൾറെഡി കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ ഒരാളോട് പറയുകയാണ്, ഞാൻ എൻ്റെ 60-ാമത്തെ വയസ്സിൽ ഞാൻ ഇന്നതൊക്കെ നിങ്ങൾക്ക് തന്നേക്കാവുന്ന വാഗ്ദത്തം ചെയ്തിരിക്കുക, എന്നെ 40-ാമത്തെ വയസ്സിൽ പ്രോമിസ് ചെയ്ത, എന്നിട്ട് 59-ാമത്തെ വയസ്സായപ്പോൾ ഞാൻ പറയും അടുത്ത വർഷം നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്, പക്ഷെ നിങ്ങൾ ഇന്ന കാര്യങ്ങളൂടെയൊക്കെ ചെയ്യണം, ഇത് ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഞാൻ കൊടുക്കുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വർഷം നിങ്ങൾക്ക് ഇത് തരാമെന്ന് പറയാം. അതൊരു വാഗ്ദത്തമല്ല. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ദൈവം തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തം കൊടുത്തിരിക്കുക. അതിന് ഈ നിയമങ്ങൾ കൊണ്ട് അതിനെ മാറ്റുവാനായിട്ട് കഴിയത്തില്ല. ഒരിക്കൽ അത് ചെയ്യും, നിങ്ങൾക്കുള്ള വാഗ്ദത്തമാണ്, പ്രോമിസ് ആണെന്ന് പറഞ്ഞിട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ഇഫ് യു ഫോളോ ABC and D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാഗ്ദത്തമല്ല. ദൈവം അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്താലല്ല ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു വരികയാണ്. അടുത്ത വാക്യം, അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. എങ്ങനെ അബ്രഹാമിന് ഈ വാഗ്ദത്തം ലഭിച്ചത് എന്നൊരു എക്സാമ്പിൾ എടുത്ത് മുമ്പേ അബ്രഹാമിനെയും ദാവീദിനെയും പിക്ചറിൽ കൊണ്ടുവന്നു. 2 പേരുടെയും എക്സാമ്പിളുകൾ പറഞ്ഞ ഈ വിഷയം ക്ലാരിഫൈ ചെയ്യുകയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയത്തിൽ കൂടി. എങ്ങനെ അബ്രഹാമിന് ഈ വാഗ്ദത്തം ലഭിച്ചു? അത് ന്യായപ്രമാണത്താലാണോ അതോ വാഗ്ദത്തത്താലാണോ വിശ്വാസത്താലാണോ എന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ്. ഇവിടെ പറയാം, അവകാശം ന്യായപ്രമാണത്താലെങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ക്ലിയർ ആകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 14-ാമത്തെ വാക്യം, റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ഇവിടെ വാഗ്ദത്തം വേറെയാണ്, പ്രമാണം വേറെയാണ്. കൃപാദാനം, ഇതിന്റെ അടുത്ത വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, കൃപാദാനം 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നതിനെ കണ്ട്, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. ഇത് നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചിരിക്കുക. കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത് എന്ന് പറയുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വാഗ്ദത്തം വേറെയാണ്, പ്രമാണം വേറെയാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ചിലർ ചോദിച്ച് കേൾക്കാറുണ്ട്, വിശ്വാസം എന്ന് പറയുന്നതിന് ഒരു പ്രവൃത്തി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി അല്ലേ, അങ്ങനെ വിശ്വസിക്കുന്നത് ഒരു പ്രവൃത്തി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അല്ലേ അല്ല. ബൈബിൾ അതിനെ വളരെ വ്യക്തമായിട്ട് പറയും. ഇത് രണ്ട് കാര്യങ്ങളാണ്. റോമാലേഖനത്തിന്റെ തന്നെ 5-ാമത്തെ വാക്യം ഞാനത് വായി, നമ്മൾ ഈ പഠിക്കുന്ന അധ്യായത്തിന്റെ തന്നെ 5-ാമത്തെ വാക്യം ഒന്ന് നോക്കി. അവിടെ പറയുന്നുണ്ട്, പ്രവർത്തിക്കാത്തവൻ, അതായത് പ്രവൃത്തിയെ കുറിച്ച് പറയാം, എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ. ഇത് രണ്ട് കാര്യം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രവർത്തിക്കുക, ഒന്ന് വിശ്വസിക്കുക. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ വിശ്വസിക്കുന്നവൻ.
അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. എത്രയോ വാക്യങ്ങളിൽ അതിന്റെ റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് അറിയാം. ഗലാത്യ ലേഖനം 3:2. ഞാൻ ഗലാത്യ ലേഖനത്തിലേക്ക് വീണ്ടും പോകുന്നില്ല. ഇവിടെ റോമാ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം കണ്ടില്ലയോ? അവിടെ പറയുന്നത് കണ്ടില്ലയോ? കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. പ്രവൃത്തിയും കൃപയും ഇത് രണ്ടും രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഒരു വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയല്ല. ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്നത് വിശ്വാസം ഒരു പ്രവൃത്തിയാണ് ആയിട്ടല്ല. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, വിശ്വാസം ഒരു പ്രവൃത്തിയാണോ അല്ലെന്നോ. ഈ ലേഖനത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുക. ഗലാത്യ ലേഖനം, ഞാൻ പറഞ്ഞ റെഫറൻസ് 3-ാം അധ്യായമാണ്, അതിന്റെ 2-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവിടെ പറയുന്നുണ്ടോ, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഇതിനകത്തിൽ ഏതാ നിങ്ങൾക്ക് ലഭിച്ചത്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഏതിലാണെന്ന് ചോദിക്കുക. ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്തതിനാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത്? ഇത് രണ്ടും രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. വിശ്വാസം ഒരു പ്രവൃത്തിയാണ് എന്ന് വിചാരിക്കരുത്, അങ്ങനല്ല. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് വിശ്വാസമാണ്. ഇവിടെ എല്ലാം ഈ പറഞ്ഞു വരുന്നത് ഒരേ ഒരു കാര്യമാണ്, ഒരു പ്രവൃത്തിയാലും അല്ല നിങ്ങൾ രക്ഷിക്കപ്പെടും. ഞാൻ എന്തിനാ ഇത്ര ഇവിടെ സമയം ചെലവാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിൽഡിങ് ശരിക്കും ബിൽഡ് ആവണം, ഈ ഒരു വിശ്വാസം. എന്നാലേ അടുത്ത 6-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിലൊക്കെ കയറുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യത്തിലും ഇവിടെ നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങളുടെ രക്ഷ ഇന്ന് വിശ്വാസത്തിൽ മാത്രമാണ് എന്ന് പറയുക. ഫെയ്ത്ത് ആൻഡ് വർക്ക്സ് ആർ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്, അത് രണ്ടും ഒന്നല്ല. നമുക്ക് വിശ്വാസത്താൽ രക്ഷപ്പെടാം, പ്രവൃത്തിയാലും രക്ഷപ്പെടാം. 100% വിശ്വാസം, കൃപയാൽ വിശ്വാസം മൂലം രക്ഷപ്പെടാം. 100% പ്രവൃത്തിയാലും രക്ഷപ്പെടാം. എന്നാൽ പ്രവൃത്തിയാൽ ഒരു മനുഷ്യന് രക്ഷിക്കപ്പെടാനായിട്ട് അവനാൽ ആവത്തില്ല. അത് കഴിയും, പക്ഷെന്നുണ്ടെങ്കിൽ അവന് ചെയ്ത് പ്രവൃത്തിയാൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. പ്രവൃത്തിയുടെ റിക്വയർമെന്റുകൾ അത്ര കഠിനമാണ്. ഈ 10 കൽപ്പനയോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് നടക്കുകയോ വെള്ളയെടുപ്പിടുകയോ ഒന്നും അല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൽപ്പന നിങ്ങൾക്ക് അറിയാം, അതിനോട് 613 ക്ലോസുകളുണ്ട്. ആ ഒരു ക്ലോസ് നമുക്ക് ഒന്നിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ സകലത്തിലും തെറ്റിപ്പോയെന്നാണ്. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ക്ലോസുകൾ. നമ്മളൊന്നും അങ്ങനെയൊന്നും ഒരു നിയമം ഉണ്ടെന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. 2-3 നിങ്ങളെ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. ഈ ഡ്യൂട്രോണമി, അതായത് ആവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളൊന്ന് കാണിക്കാം. 5-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ പറയുന്നത് കണ്ടില്ലോ, അവിടെ പറയുകയാണ്, പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുക. 613 ക്ലോസിലെ ഒരു ക്ലോസ് ആണിത്. നിങ്ങൾ ഇതൊക്കെ പാലിച്ച് രക്ഷപ്പെടാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലേഡീസ്, ഗേൾസിനെ നോക്കിയാട്ട് അവർ പുരുഷന്റെ വസ്ത്രം ധരിക്കാറുണ്ടോ? പാൻറ്റും ജീൻസും ടോപ്പും ജീൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ധരിക്കാറുണ്ടോ? പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അതെ, ഇങ്ങനെയൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നെന്ന് പോലും നമുക്കറിയത്തില്ല. പിന്നല്ല ഇത് പാലിച്ച് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. നിയമം എന്താണെന്ന് നമുക്കറിയത്തില്ല. 8-ാമത്തെ വാക്യം കാണിക്കാം. ഇത് മുഴുവനും വായിച്ച് നോക്കണം. ഞാൻ ചിലത് മാത്രം ചുമ്മാ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര എണ്ണം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പുതിയ വീട് പണിതാൽ നിന്റെ വീടിന് മുകളിൽ വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തമാതകം വരാതിരിക്കേണ്ടത് നീ അതിന് കൈമതിൽ ഉണ്ടാക്കണം. ഇങ്ങനൊരു കൈമതിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? നിങ്ങളുടെ വീടിന്റെ മേൽക്കൂര എങ്ങനെ പണിയണം എന്നുള്ളതിന്റെ നിയമമായത്. 613 സബ് ക്ലോസസ് ആ ഉള്ളത്. ആ വീടിന്റെ കൂരയിൽ നിന്ന് ആരും വീണ് ചാകാതിരിക്കാൻ അതിന് ആ കൂരയ്ക്ക് ഒരു കൈമതിൽ ഉണ്ടാക്കണമെന്ന്, എല്ലാ വീടിന്റെ കൂരയ്ക്ക്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വീട് വെക്കുമ്പോൾ ഈ ഒരു ക്ലോസ് കൺസിഡർ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ വീട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തെറ്റിപ്പോയി നിങ്ങൾ. ന്യായപ്രമാണം 10 കൽപ്പന മാത്രമല്ല, 613 സബ് ക്ലോസസ് അതിനോട് ചേർന്നുണ്ട്. ഇത് മനുഷ്യന് പാലിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ അവർ പാലിച്ചേനും. ഇത് പാലിച്ചൊരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. 11-ാമത്തെ വാക്യം, ആട്ടുരോമവും ചണയും കൂട്ടിക്കലർന്ന വസ്ത്രം ധരിക്കരുത്. തുണി, നമ്മൾ ഇടുന്ന ഷർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ്സ്, thou shall not wear a garment of diverse sorts as of woolen and linen together. വൂളനും ലിനനും ഇത് രണ്ടും കൂടെ ചേർന്ന് 2 നൂല് കൊണ്ട് തയ്ച്ചതാണെന്നുണ്ടെങ്കിൽ ആ ഉടുപ്പ് നിങ്ങൾക്ക് ഇടാൻ പാടില്ല. ആ ഡ്രസ്സ് നിങ്ങൾക്ക് ധരിക്കാൻ പാടില്ല. പഞ്ഞിനൂലും മറ്റ് ചണനൂലും കൂടെ ചേർത്ത് തയ്ച്ചിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ
ലിനനും എന്താ പറയുന്നത് ജൂട്ട്, ഈ രണ്ട് മെറ്റീരിയലും കൂടെ ഉള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. ഇത് നിറയെ ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളെല്ലാം പാലിച്ച് നമുക്ക് രക്ഷപ്പെടാൻ, ന്യായപ്രമാണ പ്രകാരം രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾ 4-3 ആണോ അനുസരിക്കുന്നു, അപ്പനെയും അമ്മയും വഴക്ക് പറയുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ 10 കൽപ്പനയിലെ കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകുന്നു, അതിൽ കൂടെ രക്ഷപ്പെടാമെന്നോ നിങ്ങൾ ചിന്തിക്കരുത്. അതിലല്ല, ന്യായപ്രമാണത്തിലെ ഒരു പ്രവൃത്തികളാലും അല്ല നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. അപ്പം നമുക്ക് ന്യായമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, പിന്നെ എന്തിനാണ് പ്രമാണം കൊടുത്തത് എന്ന് ചോദിക്കാം. പ്രമാണം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം പ്രവൃത്തിയാൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരെല്ലാം അട്ടർലി ഫെയിൽഡ് ആയിപ്പോയി. അതിൽ ഒരുത്തർ പോലും അതിൽ രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞില്ല. ഒത്തിരി റെഫറൻസുകൾ ഞാനതെടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. വളരെ ക്ലിയർ ആയിട്ട് പ്രവാചകന്മാരുടെ റെഫറൻസുകൾ നിറയെ കിടക്കുക. അതെല്ലാം എടുത്ത് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാകുന്നത് കൊണ്ട് ഞാൻ അധികം അതിലേക്ക് കൂടുതൽ ഇറങ്ങുന്നില്ല. ഇന്ന് നമുക്ക് അങ്ങനെ ഇത് പ്രമാണം ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടോ? ഇന്ന് നമുക്ക് അങ്ങനെ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടുന്ന ആവശ്യമില്ല. കാരണം ഇത് കൃപായുഗമാണ്. കർത്താവ് കാൽവറിയിൽ യാഗമായിരിക്കുക. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഇവിടെ ന്യായപ്രമാണം എന്ന ഒരു നിയമം നമുക്കും ദൈവത്തിനും ഇടയിൽ ഇല്ല. നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന നിയമം ക്രിസ്ത്യാനിക്ക്, നമുക്കും ദൈവത്തിനും ഇടയിൽ ഇന്ന് ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു നിയമം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വെറുതെ പറയുന്നല്ല, ഒരു വാക്യം നിങ്ങളെ കാണിക്കാൻ. കൊലോഷ്യൻസ് 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് 2-ാം അധ്യായം 14-ാം വാക്യം. അവിടെ പറയുന്നത് കണ്ടോ, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്, ഇതാ ന്യായപ്രമാണമാണ്. നമുക്ക് ഇതിനോട് അടുക്കാൻ കഴിയത്തില്ലായിരുന്നു. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ബ്ലോട്ടിംഗ് ഔട്ട് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഓർഡിനൻസസ് ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് us, which was contrary to us, and took it out of the way, nailing it to his cross. മനസ്സിലാകുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനോട് അടുക്കുവാൻ കഴിയാത്ത നിലയിൽ നാം അന്യരും പരദേശികളുമായിരുന്നു. ഇതിനോട് അടുക്കാൻ കഴിയത്തില്ലായിരുന്നു. ക്രിസ്തുവിൽ ഉള്ള നാം അക്കാലത്ത് നാം ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരുമായിരുന്നു. നമ്മെ ആ വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് കർത്താവ് നമ്മളെ അവന്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുക. ഇവിടെ പറയാം, അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ചു. ബ്ലോട്ടിംഗ് ഔട്ട് ദ ഹാൻഡ് റൈറ്റിംഗ്സ് ഓഫ് ഓർഡിനൻസ് ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് us. ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഒരു വാക്യം കൂടെ കാണിക്കാം. എഫേസ്യർ 2-ാം അധ്യായം 14-ാം വാക്യം. എഫേസ്യർ 2:14. അവിടെ നോക്കിയേ, അവൻ നമ്മുടെ സമാധാനം. ആര്? കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായതിലൂടെ നമുക്ക് സമാധാനം വന്നിരിക്കുക. അവൻ ഇരുപക്ഷത്തെയും, ആരാത്? യഹൂദനും ജാതികളും ഒന്നാക്കി, നമ്മെ അവരോട് ചേർത്ത് ഒന്നാക്കി. മറ്റേ നമുക്ക് അടുക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഒന്നും പച്ചവെള്ളം അവൻ കുടിക്കത്തില്ലായിരുന്നു. നമ്മുടെ ദേശത്തൂടെ അവൻ നടന്നു പോകത്തില്ലായിരുന്നു. അതുപോലെ തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കി. ഇത് ഈ അധ്യായം 12 മുതൽ ഈ വാക്യം, ഈ അധ്യായം 12 മുതൽ താപ്പോട്ട് വായിക്കണം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും ഇവിടെ എന്താ നടക്കുന്നത്. ഇവിടെ ഒരു ന്യായപ്രമാണവും പാലിക്കാനായിട്ട് നിങ്ങൾക്ക് ബാക്കി നിപ്പില്ല. അത് പാലിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു കാലവുമല്ല ഇത്. ഹല്ലേലൂയ. നാം ഇവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഇന്ന് നാം രക്ഷിക്കപ്പെടുമ്പോഴേ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടുക. വീണ്ടെടുപ്പിൻ നാൾ വരെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടുക. ഈ വാക്യം കണ്ടില്ലയോ? ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിന് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനല്ല. തെറ്റ് ചെയ്യുമ്പോൾ, പാപപ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. അങ്ങനെ ചെയ്യരുത്. ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരെ കാണുന്നോ, മാതാവ് കാണുന്നോ, പിതാവ് കാണുന്നോ, ഹസ്ബൻഡോ വൈഫോ കാണുന്നോ എന്നല്ല, പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങളെ മുദ്രയിടപ്പെട്ടിരിക്കുക. നിങ്ങളത് സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ പരിശുദ്ധ ആത്മാവ് ദുഃഖിക്കുക. അവനാൽ അല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അന്ന് വരേക്കും നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത് ഈ പരിശുദ്ധ ആത്മാവിനല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പ്രവർത്തിയാൽ എന്തെങ്കിലും ചെയ്ത്, പ്രത്യേകിച്ച് നിങ്ങളുടെ നീതീകരണത്തിനോടൊന്നും ആഡ് ചെയ്യാനില്ല. അതിനോടൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് കഴിയത്തില്ല. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പറയുന്നത് കണ്ടോ? 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, നാം ക്രിസ്തുവിൽ പരിപൂർണരാ.
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല. And ye are complete in him, which is the head of all principality and power. പറയുന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രവൃത്തിയാലും അല്ല നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. അതിനാൽ നിങ്ങൾക്കൊന്നും മെച്ചപ്പെടുത്താൻ കഴിയത്തില്ല. നാം ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുക. റോമാലേഖനത്തിൻ്റെ ഒരു വാക്യം കൊടുത്ത് കാണിക്കാം. 8-ാം അധ്യായം നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. 8-ാം അധ്യായം അതിന് 38-39 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുകയാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനുള്ളതിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത് ഈ പറയുന്നത് ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒരിക്കൽ കർത്താവിലായി കഴിഞ്ഞാൽ നമ്മളെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യു ആർ വൺ സേവ്ഡ്, യു ആർ ഓൾവേസ് സേവ്ഡ്. അതിൽ നിന്ന് നിങ്ങളെ മാറ്റുവാൻ കഴിയത്തില്ല. ഇത് ഞാൻ എന്തോ ചെയ്ത് എനിക്ക് ഭയങ്കര ദൈവസ്നേഹമാണ്, ഞാൻ ദൈവത്തെ വിട്ട് പോകത്തില്ല എന്ന് പൗൽ പറയുന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് നമ്മെ വിട്ട് മാറുവാനായിട്ട്, വൺസ് യു ആർ സേവ്ഡ്, നമുക്ക് അതിൽ നിന്ന് വീണു പോകാൻ പിന്നെ കഴിയത്തില്ല. യാതൊരു ശക്തിക്കും നിങ്ങളെ മാറ്റാൻ കഴിയത്തില്ല. അത് മരണത്തിനും കഴിയത്തില്ല, ദൂതനും കഴിയത്തില്ല, ജീവനും കഴിയത്തില്ല. ഒരു സംഗതിക്കും നിങ്ങളെ മാറ്റുവാൻ കഴിയും. അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന്, ആ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതാണ് ദൈവം നമ്മെ ഒരിക്കൽ വീണ്ടെടുത്തു കഴിഞ്ഞാൽ ആ ദൈവ സ്നേഹത്തിൽ നമ്മളെ ഉറപ്പിച്ചിരിക്കുക. ഇന്ന് പ്രമാണം പാലിച്ച് രക്ഷിക്കപ്പെടുന്ന കാലമല്ല ഇത്. പ്രമാണത്തിലല്ല നാം ഇന്നായിരിക്കുന്നത്. നാം ആ നല്ല കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത് നാം ഇന്ന് രക്ഷിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ റിസൾട്ടാണ്. യഹൂദൻ പ്രമാണത്തിൽ മാത്രം ആശ്രയിച്ചതുകൊണ്ടാണ് അവരുടെ വാഗ്ദത്തം അവർക്ക് പ്രാപിക്കാൻ കഴിയാതെ പോയത്. അവർ വിചാരിച്ച് അവർക്ക് പ്രമാണത്തിൽ ആശ്രയിച്ചാൽ പ്രമാണം അവർക്ക് തന്നിട്ടുണ്ടല്ലോ, ഇത് പാലിച്ചാൽ മതി, ഇത് പാലിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടും എന്ന് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അവരെന്ത് പറ്റി? പ്രമാണം പാലിച്ചത് കൊണ്ടാണ് അവർക്കത് അനുസരിക്കാൻ, അവരുടെ വാഗ്ദത്തത്തിൽ അവർക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടില്ലേ റോമാലേഖനം 9-ാം അധ്യായം 31-ാം വാക്യം പറയുന്നത്, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. സ്വർണ്ണ ലിപിയിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ് ഇതൊക്കെ. അവർക്ക് പ്രമാണം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രമാണം മതി, ഞങ്ങൾ പ്രമാണം പാലിച്ചോളാം. ആ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. എന്തുകൊണ്ടാണ് എത്താതെ പോയത്? അത് എന്തുകൊണ്ടാ? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറിപ്പോയി. ഇതുകൊണ്ടാണ് ഇവർ വീണുപോയത്. അവരെ കൊണ്ടത് ചെയ്യുവാൻ കഴിയത്തില്ല, നമുക്ക് അത് ചെയ്യേണ്ടത് ആവശ്യമില്ല. ആ പ്രമാണത്തിലല്ല ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത്. അവർ പ്രമാണത്തിൽ ആശ്രയിച്ചു, പക്ഷെ അത് പാലിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. യെശയ്യാ പ്രവാചകനൊക്കെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ, ആ പ്രവചനം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കട്ടെ. യെശയ്യാ പ്രവചനത്തിൻ്റെ ഒരു ക്ലാസ് അല്ല, എനിക്ക് തോന്നുന്നത് അതൊരു പഠനമായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതുകൊണ്ട് 1-ാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകൻ അവരെ നോക്കി പറയുന്നത് കണ്ടോ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. യഹൂദന്റെ കാര്യം യഹൂദന്മാർക്ക് എഴുതിയാലും നമുക്ക് എഴുതിയ പുസ്തകങ്ങളല്ല ഇതൊന്നും. യഹൂദന്മാരുടെ ഇടയിൽ ദൈവം അയച്ചിരിക്കുക. യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് 800 വർഷം മുമ്പ് യഹൂദന്മാരുടെ ഇടയിൽ ദൈവം അയച്ച പ്രവാചകനാണ്. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല. ആരുടെ കാര്യമായി പറയുന്നേ? പ്രമാണം ലഭിച്ച് പ്രമാണം ഫോളോ ചെയ്യുന്നവരുടെ കാര്യമായി പറയുന്നത്. എന്താ പറ്റിപ്പോയത്? എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യം വായിച്ചാൽ അറിയാം. അവിടെ പറയുക, 4-ാമത്തെ വാക്യം, അയ്യോ പാപമുള്ള ജാതി, അകൃത്യ ഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞു. ഇതാ പ്രോബ്ലം. ബാക്കിയെല്ലാം അവരുടെ ഇടയിലുണ്ട്. പള്ളിയുണ്ട്, പട്ടക്കാരനുണ്ട്, ആലയമുണ്ട്, യാഗമുണ്ട്, വെടിക്കെട്ടുണ്ട്, റാസയുണ്ട്, തിരുനാളുണ്ട്, എല്ലാ സംഭവമുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞു. ഇതാണ് അവർക്ക് വന്നു പോയിരിക്കുന്നത്. ഇത് പ്രവൃത്തികളാൽ അവര് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട്, അതിൽ കൂടെ രക്ഷിക്കപ്പെടുവാനായിട്ട് അവര് പോയി. പക്ഷെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് അവർ പുറകോട്ട് മാറിപ്പോയതുകൊണ്ടാണ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ വന്നിട്ട് അത് ആരാന്ന് പോലും അവർക്ക് മനസ്സിലായില്ല.
എത്ര പേർക്ക് അറിയാമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മൾ കാത്തിരിക്കുന്ന മശിഹയാണ് ഈ വന്നിരിക്കുന്നതെന്ന് എത്ര പേർക്ക് മനസ്സിലായി? അവരിൽ ആരെങ്കിലും കുറവുകാരുണ്ടായിട്ടാണോ? ഗമാലിയലിന് മനസ്സിലായോ? നിക്കോദിമോസിന് മനസ്സിലായോ? ഹന്നാഫിന് മനസ്സിലായോ? കയ്യഫാവിന് മനസ്സിലായോ? ദൈവത്തിന്റെ സന്നിധിയിൽ കയറി ചെല്ലേണ്ടുന്നവരവരൊക്കെ, കയ്യാഫും ഹന്നഫാവും ഒക്കെ. ഗമാലിയൽ എന്ന് പറയുന്ന അന്നത്തെ ശാസ്ത്രിമാരിൽ ശ്രേഷ്ഠനാണ്. നിക്കോദിമോസ് പരീശന്മാരുടെ മുഖ്യ തിരുമേനിയാണ്. യേശു ക്രിസ്തു ആരാന്ന് ഇവർക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിക്കളഞ്ഞു. ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ പള്ളിക്കകത്തിലാണ്. ആടിനെയും പ്രാവിനെയും ഒക്കെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കള്ളന്മാരുടെ ഗുഹയാക്കി കളഞ്ഞു. വെള്ളം തേച്ച ശവക്കല്ലറ പോലെ ആയിപ്പോയി അവരെല്ലാവരും. പ്രമാണത്താൽ അവർക്ക് ദൈവം ഈ പ്രമാണം കൊടുത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രമാണത്താൽ അവർ പാപികളാണെന്ന ബോധ്യം അവർക്ക് വരണം. അതിനാണ് അവർക്ക് പ്രമാണം കൊടുത്തത്. അവർക്ക് പാലിക്കാൻ വേണ്ടിയിട്ടല്ല, അവർ പാലിക്കാൻ പറ്റത്തില്ല എന്ന് ദൈവത്തിനും അറിയാം. അവരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത്. പാപികളാണെന്ന ബോധം അവർക്ക് വരണം. പാപത്താൽ നമുക്ക് സ്വയമായിട്ട് രക്ഷ നേടാൻ കഴിയത്തില്ല എന്നവർക്ക് ബോധ്യം വരണം. ഇത് മുഴുവൻ കൽപ്പനകളും അനുസരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് അവർക്ക് അവസാനം ബോധ്യമാണെന്ന് തെളിയണം. അതിനായിട്ട് ഒരു രക്ഷകൻ ആവശ്യമാണ്, ഒരു വീണ്ടെടുപ്പുകാരൻ വരണം എന്നവർ സമ്മതിക്കണം. അതിനായിട്ട് മശിഹായെ ദൈവം ലോകത്തിലേക്ക് അയക്കും. അതിനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കണം. ഇതാ ന്യായപ്രമാണം കൊടുത്തതിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അവർ പാപികളാണെന്ന ബോധ്യം അവർക്ക് വരണം. പാപത്തിൽ നിന്ന് അവരുടെ സ്വയം നീതിയാൽ അവർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ലെന്നും അതിനായിട്ട് ഒരു രക്ഷകൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരൻ വരണമെന്നും അതിനായിട്ട് മശിഹായെ ദൈവം ലോകത്തിലേക്ക് അയക്കണമെന്നും അവർക്ക് മനസ്സിലാകണം. കാര്യം കർത്താവ് വരാൻ പോവുക വാഗ്ദത്ത പ്രകാരം. ഒരു ദിവസം കർത്താവ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ദൈവം അവർക്ക് കൽപ്പനകൾ കൊടുത്തിരുന്നത്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 2-3 അധ്യായമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്രയും ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 4-ാം അധ്യായത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 16-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വളരെ ക്ലിയറാണ്. യു ഹാവ് നത്തിങ് ടു ബ്രാഗ് അബൌട്ട് യുവർ അച്ചീവ്മെന്റ് ഹിയർ. ഒരു സംഗതികളെ കുറിച്ചും നിങ്ങൾ അങ്ങനെയാണ്, ഞാൻ വലിയ നീതിമാനാണ്, ഞാൻ ഇത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ബ്രാഗ് ചെയ്യുവാൻ, പ്രശംസിക്കുവാനില്ല. ഇവിടെ കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിലോട്ട് നോക്കിക്കേ, ജനം ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും എവിടെ നോക്കിയാലും എല്ലാ പ്രസംഗത്തിലും ഇംപ്രൂവ് യുവർ റൈച്ചസ്നെസ്, മടങ്ങി വരിക, നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ റിപ്പന്റ്, നിങ്ങളുടെ കുറെ കൂടെ ശരിയാക്കുക, നിങ്ങൾ നന്നാകാനുണ്ട്, നിങ്ങളുടെ സ്വയം നീതി നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമാണെന്നുള്ള നിലയിൽ നിങ്ങളെ നീതീകരിക്കുവാനായിട്ടുള്ള മെസ്സേജുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാകണം, നമ്മുടെ രക്ഷയ്ക്ക് സ്വയം നീതി അല്ലെങ്കിൽ സെൽഫ് റൈച്ചസ്നെസ് ഒരു റിക്വയർമെന്റ് അല്ല. അത് രക്ഷിക്കപ്പെട്ടതിന്റെ പ്രോഡക്റ്റാണ്, അതിന്റെ റിസൾട്ടാണ്. നിങ്ങളുടെ സ്വയം നീതി എന്താ പറയുന്നത്, ഹാസ് സീറോ വാല്യൂ ആസ് ഫാർ ആസ് സാൽവേഷൻ ഈസ് കൺസേൺ. നിങ്ങളുടെ രക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വയം നീതിക്ക് സീറോ ആ വാല്യൂ, അതിന്റെ വില എന്ന് പറയുന്നത്. അത് രക്ഷയ്ക്കുള്ളതല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചു, എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ റാപ്ചറിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലേക്കാണ്. അവിടം വരെ ചെല്ലുന്നത് കർത്താവിന്റെ കൃപയാണ്. നാം ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്നത് അവിടെ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ നാം ചെയ്തതെല്ലാം തെളിയും. അതിനനുസരിച്ച് ലെയറായിട്ട് മഹത്വത്തിന്റെ വലിയ ലെയറായിട്ട് ഗ്ലോറി നമ്മളെ അണിയിക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടാണ് നമ്മൾ ഈ ചെയ്തതിനും നമ്മുടെ നല്ല പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിക്കുന്നത്. ഇവിടെ വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മളെ ഉറപ്പിക്കുക. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന്, ഒന്നാമത്തെ വാക്യം നോക്കിയാൽ തുടങ്ങുന്ന ഒന്നാമത്തെ ലൈൻ നോക്കിയേ, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന്, കർത്താവിന്റെ കൃപയാൽ ലഭിച്ച ദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. ഇത് തന്നെയാണ് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. റോമാലേഖനത്തിൽ പറയുന്നു, പ്രവൃത്തികളും കാരണമല്ല ഒരു ജഡവും അവന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കാൻ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, പ്രശംസിക്കുന്നവൻ ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ. ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ആക്സിഡന്റലി ഏതെങ്കിലും ലേഖനത്തിൽ വന്നു പോയതല്ല. ഈ 13 ലേഖനത്തിന്റെയും ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ വിഷയമാണ്.
അതുകൊണ്ടാണ് സെയിം കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് ക്രിസ്ത്യാനിറ്റിയാണ് എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ യഹൂദന്മാരല്ല, യഹൂദിയ വിശ്വാസമല്ല നമ്മൾ പിൻപറ്റുന്നത്, ക്രിസ്തീയ വിശ്വാസത്തിലാണ് നാം ആയിരിക്കുന്നത്. ജുഡായിസം അല്ല നമ്മുടെ വിശ്വാസം. ഇത് കൃപായുഗമാണ്, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. കർത്താവ് കാൽവറിയിൽ യാഗമായ അതിനുശേഷം കർത്താവിന്റെ കരുണയാൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇത് ന്യായപ്രമാണ കാലം അല്ല, ആ കാലം കഴിഞ്ഞു, അതിലല്ല നാം ഇന്നായിരിക്കുന്നത്. റോമാലേഖനം 4:16-17 ഇങ്ങനെയാണ് വായിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാക്കുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്കും മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന പ്രമാണം എന്ന് സകലരും അംഗീകരിച്ചിട്ടുള്ള പുസ്തകം, അതായത് റോമാലേഖനം പറയുക, നാം രക്ഷിക്കപ്പെടുന്നത് ഒരു പ്രവൃത്തിയാലുമല്ല, ഒരു സ്വയം നീതിയാലുമല്ല, ദൈവത്തിങ്കിലെ വിശ്വാസത്താൽ അവൻ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും മാത്രമാണ്. ദൈവം ഈ വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങൾ ഉറയ്ക്കുവാൻ സഹായിക്കട്ടെ. റോമാലേഖനം 3:25 ആദ്യ ഭാഗത്ത് പറയുക, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതിലെ വിശ്വാസത്താൽ നാം ഇന്ന് രക്ഷിക്കപ്പെടുകയാണ്. ഈ അധ്യായത്തിന് 18-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാനുണ്ട്. അതിന് അബ്രഹാമിനെ വീണ്ടും ഉദാഹരണമാക്കിക്കൊണ്ട് ഈ വിഷയം അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഉറപ്പിക്കുക. ഒരു നീതി പ്രവൃത്തികളാലും ആരും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. കർത്താവിന്റെ കൃപയാൽ അവൻ കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ മാത്രമാണ് ഇന്ന് നമുക്ക് രക്ഷ. ഇന്ന് രക്ഷ, നീതീകരണം പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണെന്ന് ഈ അധ്യായം നമ്മളെ അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം കൊണ്ട് ചിന്തിച്ച് 5-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കും. 5-ാമത്തെ അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോഴത്തേന് 6-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഉൾക്കൊള്ളുവാനും മനസ്സിലാകുവാനും കഴിയും. അത്ര ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങളെ ഈ പുസ്തകത്തിൽ കൂടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവം നമുക്കത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മുടെ ഹൃദയ നിലങ്ങളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അത് ഉൾക്കൊള്ളുവാൻ ദൈവം പ്രത്യേക കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ.